ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബൈജൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ തന്നെ അതിനകത്ത് തന്നെ ഗ്രാമലക്ഷ്മി എന്ന് പറയുന്ന കോഴിക്കുഞ്ഞുങ്ങളെ വീഡിയോ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഏകദേശം അതൊരു ഒരു മാസത്തോളമായി കുഞ്ഞുങ്ങൾ. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ നമ്മൾ മറ്റ് എല്ലാം കൂടി സാഹസമൊക്കെ കൂടി ഒരുമിച്ച് കിടക്കണമായിരുന്നു. അപ്പോൾ അവരങ്ങോട്ട് മാറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവരെ മാറ്റാനായിട്ട് കൂട് ക്ലീൻ ചെയ്യണം. കൂട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ കുഞ്ഞുങ്ങളായതിൻ്റെ പേരിൽ അതിനകത്ത് നമുക്ക് കുമ്മായപ്പൊടി ഇപ്പോൾ തൽക്കാലം ഇടാൻ പറ്റൂല. അപ്പോൾ കുമ്മായപ്പൊടി ഇടുന്നതിന് പകരമായിട്ട് ഇതിൻ്റെ നമ്മൾ കത്തിക്കുന്ന മരത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, ചാരമാണ് അതിനകത്ത് വാരിയിട്ടേക്കണം. അപ്പോൾ ചാരം ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് ചിന്തേരുപൊടി വാരിയിടണം. ചിന്തേരുപൊടിയും മിക്സ് ചെയ്തിട്ടിട്ടാണ് കുഞ്ഞുങ്ങളെ ഇറക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നേരത്തെ കിടന്നിരുന്നത് ഗ്രാമശ്രീ, അങ്ങനെ ഗ്രാമപ്രിയ, കൈരളി, ആ കോഴികളാണ് ഇതിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെയൊക്കെ അങ്ങോട്ട് മാറ്റി. അവരൊക്കെ അത്യാവശ്യം വലുതായി. അപ്പോൾ അവരങ്ങോട്ട് ഇറക്കിയിട്ട് ആ കൂട് ക്ലീൻ ചെയ്ത് നമ്മൾ ഗ്രാമലക്ഷ്മി കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങോട്ട് ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്ത് ഇപ്പോൾ ചാരപ്പൊടി ഇട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇട്ടേക്കുന്നത്. ക്ലിയറായി കിടക്കുകയാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നുണ്ട് വൈറ്റ്. അപ്പോൾ അവരങ്ങോട്ട് കൊണ്ടുവന്ന് അവരങ്ങോട്ട് ഇതിനകത്തോട്ട് ഇറക്കാൻ പോണേണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളും ഒരുമാതിരി വലുതായി തുടങ്ങി. അതുങ്ങൾ ആ ചെറിയ കൂട്ടിലെല്ലാ കുഞ്ഞുങ്ങളെയും കൂടി ഇടാനായിട്ട് പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ എല്ലാം കൂടി തിങ്ങി ഒരു 2-3 ആഴ്ചയൊക്കെ ഇടാനുള്ള അത് സൗകര്യം കൂട്ടിലുള്ളൂ. അതായത് എല്ലാ കുഞ്ഞുങ്ങളും കൂടി വരുമ്പോൾ നമ്മൾ തിങ്ങിപ്പോവും. കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവിടെ. രണ്ടും സാസുവിൻ്റെ ഉണ്ടായിരുന്നു, ഈ ഗ്രാമലക്ഷ്മി, അത് രണ്ടും കൂടി തന്നെ ഏകദേശം 70-80 കുഞ്ഞുങ്ങൾ ഈ 2 കുഞ്ഞുങ്ങളും കൂടി തന്നെ ഉണ്ട്. അപ്പോൾ അത് കാരണം അതിനകത്ത് ഇത്തിരി വലുതായി കഴിഞ്ഞപ്പോഴേക്കും ഒക്കെ തിങ്ങിത്തുടങ്ങി. പിന്നീട് അങ്ങനെ തിങ്ങി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് കാരണം കുഞ്ഞുങ്ങളെ മാറ്റി ഇപ്പുറത്ത് നമ്മുടെ ഗ്രാമലക്ഷ്മി, അസീൽ ക്രോസ്, നാടൻ അവരൊക്കെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇവരതിനകത്തോട്ട് ഇട്ട്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഇതിനകത്ത് ലാവശ്യമായിട്ട് ഓടി നടക്കാനുള്ള സ്ഥല സൗകര്യമുണ്ട്. ഇത് 3 കള്ളി കൂടാണത്. അത് പൊളിച്ചിട്ട് ഇപ്പോൾ ഒറ്റയാക്കിയൊക്കെയാണ്. അപ്പോൾ അവർ അങ്ങനെ അതിനകത്തോട്ട് ഇട്ടേക്കാണ്. അവരങ്ങനെ ഇതിൽ കിടന്ന് തകർക്കാനായിട്ട് ഇവരെങ്ങാട് കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ അവരൊക്കെ പിടിച്ച് അങ്ങനെ ഓരോരുത്തരെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗ്രാമലക്ഷ്മിയുണ്ട്, ഇതിനകത്ത് സാഹസമുണ്ട് കുറച്ച് 35-40 സാഹസമുണ്ട്. ഗ്രാമലക്ഷ്മി ഉണ്ട് 75 കോഴിക്കുഞ്ഞുങ്ങളെല്ലാം കൂടി ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ തിങ്ങി കൂടി ചെറുതാണ്. ഒരു 2 ആഴ്ചയൊക്കെ 3 ആഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ അവരങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 3 ആഴ്ചയും കഴിഞ്ഞിപ്പോൾ 4 ആഴ്ച ആകുമ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ ഇവർ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇനി അസുഖങ്ങളുടെ ഒരു പെരുമഴയായിരിക്കുള്ളൂ എല്ലാം കൂടി തിങ്ങിക്കിടന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഓരോരുത്തരും മാറ്റാണ്. ഇപ്പോൾ കിടക്കുന്ന സാസോയാണ് തവിട്ട് നിറത്തിൽ കിടക്കുന്നതും ബ്ലാക്ക് സൈഡുള്ളതും തലയിൽ ചാരയുള്ളതൊക്കെ സാസോയാണ്. സാസോ ശരിക്കും ഉണ്ടാവുമല്ലോ, സൈസായിട്ടിരിക്കുകയാണ്. പക്ഷേ അതേസമയം ഗ്രാമലക്ഷ്മിയൊക്കെ ചെറിയ കുഞ്ഞുങ്ങളാണ്. അതൊക്കെ അങ്ങനെ ഇരിക്കുള്ളൂ, വണ്ണം കുറവായിരിക്കുമല്ലോ. പക്ഷേ ഇവരൊരു 4 മാസമൊക്കെ ആകുമ്പോഴേക്കും നല്ല സൈസാവട്ടെ. നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ല ഇപ്പോൾ ഇതുങ്ങളിങ്ങനെ ഇരിക്കുള്ളൂ. ഇതൊരു 1 മാസം 1-2 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ്, ഫാസ്റ്റ് ഗ്രോത്താണ്. പിന്നെ നല്ല ഭക്ഷണം, ഫുഡ്, അതായത് പ്രോട്ടീൻ, കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ വേണം പിന്നീട് കൊടുക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് തൂക്കം കയറി വരും ഈ കോഴികൾക്ക്. ഗ്രാമശ്രീ കോഴികളെ കൊണ്ടുവന്നിട്ട് അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഗ്രാമലക്ഷ്മി, ഗ്രാമപ്രിയ ഈ 3 ഐറ്റവും ഏകദേശം ഒരേപോലെ തന്നെയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് തോന്നുന്നത്, അങ്ങനെയാണ് തോന്നണം. നമ്മുടെ സർക്കാർ തന്നെ ഫാമുകളിൽ ഇറക്കിയ കോഴിക്കുഞ്ഞുങ്ങളാണല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തിയതിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഇനി പറയണത്. ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ വളർത്തിയെടുത്ത്. അത് 4 മാസം കൊണ്ടൊക്കെ തന്നെ 2 കിലോ മാക്സിമം 2-2.5 കിലോ തൂക്കം പൊപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. പൂവൻ കോഴിക്കുഞ്ഞുങ്ങളാണ്. പക്ഷെ ഇത്
എങ്ങനെയാണെന്നറിയില്ല. ഏകദേശം അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഇപ്പം ഈ 1 മാസത്തിനടുത്തായി. ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പോൾ ഇതിൻ്റെ തൂക്കം. ഇതിൻ്റെ സൈസ് തീരെ പൊടിയായിട്ടിരിക്കുകയാണ്. പക്ഷേ ഇത് പെട്ടെന്ന് ഗ്രോത്ത് വരും. ഒരു മാസം കൂടി കഴിയണം, അപ്പോൾ റെഡിയാവും. നല്ല എല്ലാവരും നല്ല ഉത്സാഹമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫയോമി കോഴി കുഞ്ഞുങ്ങൾ 2-3 ചാടി കയറിയിട്ടുണ്ട്. സോറി, നമ്മുടെ ഫയോമി അല്ല, ഫയോമി ക്രോസ് സോണാലി നാടൻ. അത് നിങ്ങളെ എവിടെ ഇട്ടാലും അവിടെ നിന്ന് കൊണ്ട് ചാടി കയറും. ഇതിനകത്ത് കയറിയിട്ടുണ്ട് 2 മൂലക്ക് നിൽപ്പുണ്ട്. കൊത്തണോ ഈ പിടിച്ച്. സാസോ കോഴി കുഞ്ഞുങ്ങളാണ് കൊത്തണത്. ബാക്കിയുള്ള കോഴി കുഞ്ഞുങ്ങളെ അത്ര പേടിത്തുണ്ടന്മാരെ പോലെ നമ്മൾ ചെന്ന് ഇങ്ങനെ അങ്ങോട്ട് കൂടെ നീങ്ങും. പക്ഷെ സാസോ അങ്ങനെയുള്ളൂ. സാസോ നമ്മളെ കൊത്തും. തിന്നുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ അതിനുള്ളൂ. എത്ര മാത്രം തിന്നാൻ പറ്റുമോ അത്ര മാത്രം തിന്നുക. തീറ്റക്കാണ് പ്രധാനം. അപ്പോൾ അവരെയൊക്കെ എല്ലാവരും പിടിച്ചുകൊണ്ട് വന്ന് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് വെച്ചേക്കണം. അപ്പോൾ ഇവരെ അതിനകത്തോട്ട് ഇടാം. ഇവരെയും കൂടി ഇടുമ്പോഴേക്കും അത് ഏകദേശം സെറ്റാവും ഇതിനകത്ത്. ഇവിടെ അപ്പുറത്തുള്ള കൂട് തന്നെയാണ് കേട്ടോ. ഇപ്പുറത്തൊക്കെ ഉള്ള കൂടുകൾ തന്നെയാണ്. അപ്പോൾ അപ്പുറത്താണ് പിടിച്ച് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നിട്ടത്. അപ്പോൾ ഈ ഇപ്പം പിടിച്ച കൂട്ടിൻ്റെയും ഇപ്പോൾ ഇടുന്ന കൂടിൻ്റെയും നടുക്ക് വേറൊരെണ്ണമുണ്ട്. അതിനകത്താണ് നമ്മുടെ നാടൻ കോഴി കുഞ്ഞുങ്ങളായിട്ട് അതിൻ്റെ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ കാണിച്ചത്. അപ്പോൾ അതിൽ നാടൻ കോഴി കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട്. അതൊരു 8 ഇപ്പോഴും ഉണ്ട്. 8 അതിൽ ഒരു കുഞ്ഞ് ചത്തുപോയി. 20 മുട്ടയിലാണ് 2 കോഴിക്ക് വെച്ചിട്ട് 8 കുഞ്ഞിനെ കിട്ടിയത്. ആ 8 കുഞ്ഞിലിപ്പോൾ 1 ചത്തിട്ടുണ്ട്. ഇനി 7 കുഞ്ഞുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് അവിടെ മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.